ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. തൊടുപുഴയിലെ വണ്ണപ്പുറത്തിനടുത്ത് കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമാട്ടോ ഇത്. വളരെ മനോഹരമായ നല്ലൊരു സ്ഥലമാണ്. ആർക്ക് വന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വണ്ണപ്പുറത്തിനടുത്ത് കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമേ. അപ്പം ഞങ്ങൾ രാവിലെ ഏകദേശം 7 മണി ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഇവിടെ വന്നത്. ആ സമയത്ത് വന്നാലേ നമുക്ക് ഇവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റത്തുള്ളേ. അപ്പം നമ്മളിതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് നമ്മൾ അതിനുള്ളിലേക്ക് ഇങ്ങനെ കിടക്കും തോറും കേട്ടോ അതിൻ്റെ ഭംഗി നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്ര വലിയ ഇഷ്ടപ്പെടത്തൊന്നുമില്ല. നമ്മൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ നടന്ന് വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാട്ടോ. അതാ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച. എന്താ ഭംഗിയെന്നറിയാമോ? ആ താഴെ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഒരു ടൗണാണേ. അപ്പം ആ ടൗണൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല. ശരിക്കും കടൽ പോലെ കേട്ടോ നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. ആർക്ക് വന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾ വന്നപ്പം ഓർത്തു ഇവിടെ ആൾക്കാരൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചതാട്ടോ. പക്ഷേ ഇങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നിറയെ ആൾക്കാരാട്ടോ. 7 മണി സമയമായതേ ഉള്ളൂ. ഞങ്ങൾ ലേറ്റായി വന്നത്. ഞങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാരാണ് ഇവിടെ ഈ കാണുന്ന ആൾക്കാരെല്ലാം. 7 മണിക്ക് മുമ്പ് ഇവിടെ വരണം, എന്നാലേ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ കോടമഞ്ഞെല്ലാം ഇറങ്ങിപ്പോകും. വെയിൽ വരുംതോറും അതിങ്ങനെ ഇറങ്ങിപ്പോകും. ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തലേ ദിവസം മഴ പെയ്ത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചെല്ലുമ്പോഴാണ് ഇത് ശരിക്കും കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ എന്താ ഭംഗിയെന്നും. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ വരാത്ത കൂട്ടുകാരൊക്കെ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോക്കോ. ഇപ്പം ഈ കോടയൊക്കെ കയറുന്ന സമയമല്ലേ, ഡിസംബർ ജനുവരി ആ മാസങ്ങളിലൊക്കെ മഞ്ഞ് അധികമായിട്ട് വരുന്ന സമയമില്ല. അപ്പം പോയാലും നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് കോട ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുവാണ്. കോട ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിന് അവിടുത്തെ ആ പ്രദേശമെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് കടൽ പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇതാ പതുക്കെ അകലെ കണ്ടില്ല, അതെല്ലാം അവിടെ ഫുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ മലകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ കോടയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിൽക്കുമായിരുന്നെങ്കിൽ കോട ഇങ്ങനെ ഇറങ്ങിപ്പോയി സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നത് വരെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ. പിന്നെ അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്നില്ല. കോട ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഈ സ്ഥലത്ത് പോകണമെങ്കിൽ വേഗം പൊക്കോളൂ കേട്ടോ. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തൊടുപുഴയിൽ നിന്ന് നമ്മളിതാ വണ്ണപ്പുറത്തിന് വരണം. വണ്ണപ്പുറത്ത് വന്നിട്ട് നമുക്ക് ആരുടെ അടുത്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി കോട്ടപ്പാറയ്ക്ക് പോകാനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ പെട്ടെന്ന് ആ സ്ഥലം കാണിച്ചു തരികയും നമുക്ക് ആ സ്ഥലത്തേക്കുള്ള എല്ലാ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുകയും ചെയ്യും കേട്ടോ. വളരെ വണ്ണപ്പുറത്തിൻ്റെ തൊട്ടടുത്താട്ടോ. വണ്ണപ്പുറത്തു നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ. അപ്പോൾ പോകാത്ത കൂട്ടുകാരും പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ പെട്ടെന്ന് തന്നെ പൊക്കോളൂ കേട്ടോ. വളരെ മനോഹരമായ നല്ലൊരു സ്ഥലമാട്ടോ. കണ്ടില്ലേ, നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി എടുക്കാൻ തോന്നും. അതുപോലെ ഭംഗിയാട്ടോ. മഞ്ഞിങ്ങനെ വന്ന് കോട ഇങ്ങനെ വന്ന് മൂടിയിരിക്കുന്നത്. ഇത് ശരിക്കും കണ്ടാൽ ആകാശത്തിൻ്റെ മേഘങ്ങൾക്കിടയിലാണെന്ന് തോന്നിപ്പോകും. അതുപോലെ ഭംഗിയാട്ടോ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.